നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു 2 ടൈപ്പിലുള്ള ഇഫ്താർ സ്നാക്സ് ആട്ടോ തയ്യാറാക്കാൻ പോണ്. ഒന്ന് ചിക്കൻ ഫ്ലവറും അതേപോലെ തന്നെ ചിക്കൻ കിഴിയും. ഇത് രണ്ടും എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വേണ്ടിയിട്ട് ഞാനിതാ ഒരു 2 കപ്പ് മൈദ എടുത്തത്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നു. അതേപോലെ ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടും കുറച്ച് ടൈം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാനെല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒരു 3/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് എടുത്ത്, ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് ഇനി നമുക്ക് നന്നായിട്ടിത് നമ്മൾ സമൂസ ഇതിനൊക്കെ കുഴച്ചെടുക്കും പോലെ കുഴച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് കുഴച്ച്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇത്തിരി എണ്ണ തടവിയിട്ട് നമുക്ക് ഇതൊന്ന് അരമണിക്കൂർ അടച്ച് വെക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ചിക്കൻ എടുത്തിട്ട്, എല്ലില്ലാത്ത ചിക്കനാണ്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉപ്പ്, ചെറുനാരങ്ങ നീര്, ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് കുഴച്ച് കുറച്ച് ടൈമായി വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാത്തിനും നമ്മൾ വേവിച്ചിട്ടല്ല ഉണ്ടാക്കൽ. ഇതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ രൂപത്തിലാണ്, ആ രൂപത്തിൽ നിങ്ങൾക്ക് ഫില്ലിങ് തയ്യാറാക്കാം. ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മതി കേട്ടോ. അധികം മുരിഞ്ഞു പോയരുത്, ഉണങ്ങി പോയരുത്. ഇത് നമുക്ക് ഇനി ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇട്ട് ചിക്കനൊക്കെ ഞാൻ പാത്രത്തിലേക്കിട്ട് മാറ്റി തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതേ ഓയിൽ ഞാനൊരു കുറച്ച് ഓയിൽ മാറ്റി, ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഓയിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ, 1 ടീസ്പൂണ് ഇഞ്ചിയും 1 ടീസ്പൂണ് വെളുത്തുള്ളിയും. ഇനി അതിലേക്ക് ഒരു 2 സവാള ഇടത്തരം 2 സവാള ഇതിലേക്ക് കൊടുക്കാം. നമ്മൾ ഫില്ലിങ്ങിന് തയ്യാറാക്കാൻ കേട്ടോ, മസാലക്കാണ്. നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടാണ്, അത് നോക്കിയിട്ടിടണേ. ഇതൊന്നുകൂടി ഒന്ന് വഴറ്റി രൂപത്തിൽ വാടിയാൽ മതി കേട്ടോ. നല്ലോണം വാടി കുഴഞ്ഞ് പോകരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഇതേപോലെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിനോട് യോജിച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോരി വെച്ച ചിക്കൻ ഞാനൊന്ന് കൈ വെച്ചിട്ട് പിച്ചെടുത്തതാട്ടോ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ ചിക്കന് പൊരിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. മറ്റേ നമ്മൾ കുക്കറിൽ ഒറ്റ വിസിലടിച്ചെടുക്കുന്ന കുക്കറിനെ ചിക്കനേക്കും ടേസ്റ്റ് ഇങ്ങനെയാക്കി ചേർക്കുന്നതാട്ടോ. ഇനി നിങ്ങൾക്കിത് സമയം വൈകും, അതാണ് ഈസി എളുപ്പമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് കെച്ചപ്പില്ലേ, ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. കെച്ചപ്പ് ചേർത്താൽ ഇതെല്ലാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവും, നല്ലൊരു ടേസ്റ്റ് ആവും ചെയ്യും കേട്ടോ. അപ്പം നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിലും കേട്ടോ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ഗരം മസാല, ചിക്കൻ മസാല ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതുകൂടെ ചേർത്ത് വെക്കാം. അപ്പം നമ്മളിതാ മസാല ഇവിടെ റെഡി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി മല്ലിയിലയും കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു കുഞ്ഞു ബോൾസുകളാക്കിയിട്ട് ഭൂരിക്കാക്കൂലേ, അതുപോലെ ആക്കിയിട്ടല്ല, ഇത് ഭൂരി പരത്തുന്നത് പോലെ ചെറുതായിട്ട് കട്ടി കുറച്ച് പരത്തിയെടുക്കുക. ഇതുപോലെ ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ ചിക്കൻ ഫ്ലവർ ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റെ ഒരു കട്ടിംഗ് ബോർഡ് മേൽ കുറച്ച് പൊടി തൂവിയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ തലക്കിൽ കുറച്ച് വെള്ളമാക്കി കൊടുക്കാം. എന്നിട്ട് അതേപോലെ വേറൊരു പൂരി എടുത്ത് ഇതിൻ്റെ ആ വെള്ളമാക്കി പോയ ഭാഗത്ത് ഇങ്ങനെ വെച്ചെടുക്കാം. ഓക്കെ, ഇനി അതേപോലെ ഈ അറ്റത്ത് ഒന്നുകൂടി വെള്ളം തൂവി കൊടുത്തിട്ട് ഒരു പൂരി കൂടി എടുത്ത് വെച്ചെടുക്കാം. അപ്പോൾ 3 എണ്ണം നമ്മൾ ആ ഭാഗം നന്നായി ഒട്ടിച്ച്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫില്ലിങ് ഇതിലേക്ക് നേരെ സെൻറ്ററിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ 3 പൂരിയിലൂടെ
അധികം വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ അറ്റം ഒട്ടിച്ചെടുക്കണം. ഈ ഭാഗത്തൂടെ നമുക്ക് ഒന്ന് വെള്ളം തടവി കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കാം. എല്ലാം മടക്കിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നന്നായിട്ട് സൈഡൊക്കെ നല്ലോണം ഒട്ടിയുണ്ടേ, നല്ലോണം ഒട്ടണം. ഇനി നമുക്കിതാ ഈ ഒരു തറ്റത്തുനിന്ന് ഇതിനെങ്ങനെ മടക്കി കൊടുക്കാം. വളരെ സിമ്പിളാട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് ഇതാ കണ്ടോ, നമ്മളെ ഫ്ലവർ ഇവിടെ റെഡിയാണ്. ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. സിമ്പിളല്ലേ? അടുത്തതായി നമുക്ക് ചിക്കൻ കിഴി എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് ഞാൻ സെയിം ഫില്ലിങ്ങും സെയിം പൂരിയും ഒക്കെ തന്നെ ആട്ടോ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇതാ അതേപോലെ ഒരു പൂരി സെൻറ്ററിലേക്ക് ഇത്തിരി മസാല വെച്ചെടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ മസാല. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇത്തിരി ഒന്ന് വെള്ളം തടവി കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ടിതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ചെയ്തിട്ട് എന്നിട്ട് ഇതാ ഒന്ന് നടുക്ക് നമ്മൾ ആ വെള്ളം ആക്കിയില്ലേ അവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. രണ്ടിനായാലും അല്ലെങ്കിൽ എണ്ണയിലിട്ട് പൊരിച്ചു കോരുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും. കണ്ടില്ലേ? നമുക്ക് പൊരിച്ച് കോരാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കിടാ നമ്മളെ ഫ്ലവറില്ലേ അത് ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട്. തീ അധികം വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മൾ നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ കോഴിയുടെയൊക്കെ പൊരിക്കുന്ന പോലെ നന്നായിട്ട് പൊരിച്ചിട്ട് കൊണ്ടുവരണം കേട്ടോ. അല്ലെ പെട്ടെന്ന് ആയാൽ പെട്ടെന്ന് തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിഞ്ഞു പോവും, ടേസ്റ്റും ഉണ്ടാവില്ല. അത് ചെറിയ തീയിലിട്ട് നല്ലോണം ഞെരിച്ച് കൊണ്ടുവരണം. നമ്മളെ ഫ്ലവർ ഇവിടെ മുരിഞ്ഞ് നല്ലതായി ഉണ്ട്. ഇനി നമുക്ക് പൊരിച്ച് കോരാം. ഈ ഒരു അപ്പം പൊരിക്കും അല്ലേ വേറൊരു കളറായി എന്തോ മാതിരിയായിപ്പോൾ നല്ലോണം വെളിച്ചെണ്ണ ഒക്കെ മാറ്റി ഇതുപോലെ നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ കിഴിയും ഇതേപോലെ പൊരിച്ചെടുക്കാം. ചിക്കൻ കിഴിയും ഇവിടെ റെഡി ആയിട്ട് ഇതാ നല്ലോണം മുരിഞ്ഞ് വന്നിട്ട് ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഓക്കെ, ഇങ്ങനെ ബാക്കിയൂടി ഞാൻ പൊരിച്ചെടുക്കട്ടെ. എല്ലാ ഫ്ലവറും ഇവിടെ പൊരിഞ്ഞ് വന്നിട്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇഫ്താറിന് വെക്കാൻ പറ്റിയ അടിപൊളി രണ്ട് സ്നാക്സാണ്. രണ്ടെന്ന് പറയേണ്ട ഒരേ ഫില്ലിംഗ് ആണ്, പക്ഷെ നിങ്ങൾക്ക് രണ്ടാക്കിയിട്ട് വെക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.